ഒരു വയസ്സുവരെ നിങ്ങളുടെ കുഞ്ഞിന് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട പ്രധാനപ്പെട്ട സപ്ലിമെന്റ്സിൽ ഒന്നാണ് വൈറ്റമിൻ D3. ഇത് നേരാവണ്ണം കുഞ്ഞിന് ഒരു വയസ്സുവരെ കൊടുക്കാൻ പറ്റാത്തവരാണ്, അല്ലെങ്കിൽ 1-2 മാസം മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു വയസ്സിന് ശേഷം ഇവർക്ക് വീണ്ടും ഈ ഒരു വൈറ്റമിൻ ഡി ഇനി കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് പല അമ്മമാരിലും ഉണ്ടാവുന്ന ഒരു ഡൗട്ട്സ് ആണ്. അപ്പോൾ ഒരു വയസ്സിന് ശേഷം സാധാരണയായിട്ട് വൈറ്റമിൻ D3 സപ്ലിമെന്റ്സ് റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു കുഞ്ഞിന് സൂര്യപ്രകാശം ശരിയായ രീതിയിൽ ലഭിക്കുന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ D3 ഇവയിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികമായിട്ട് സപ്ലിമെന്റ്സിന്റെ ആവശ്യമില്ല വൈറ്റമിൻ D3യുടെ. എന്നാൽ നിങ്ങളുടെ കുഞ്ഞിന് ഇതുവരെ നിങ്ങൾ കുഞ്ഞിന് വൈറ്റമിൻ D3 ഒന്നും ശരിയായ രീതിയിൽ കൊടുക്കാൻ പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഒരു വയസ്സിന് ശേഷം വൈറ്റമിൻ ഡി കൊടുക്കേണ്ടതുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു പീഡിയാട്രിക് ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡോക്ടർ നിങ്ങളുടെ കുഞ്ഞിന്റെ ഭക്ഷണക്രമവും കുഞ്ഞിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യവും അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് എന്നുള്ളത് സംശയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ബ്ലഡ് ടെസ്റ്റ് പറയുകയും അതനുസരിച്ചിട്ട് ഡോക്ടേഴ്സ് ഡോസും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നതാണ്.